ഹായ് ഗൈസ്. സത്യം പറഞ്ഞാൽ ഇങ്ങനെ ഒരു വീഡിയോ ഞാൻ എടുക്കണം എന്ന് വിചാരിച്ചതല്ല. പക്ഷെ ഞാൻ ചുമ്മാ ഇങ്ങനെ ഇരിക്കുവായിരുന്നേ. അപ്പോൾ പെട്ടെന്ന് എനിക്ക് തോന്നി ഇതിനെക്കുറിച്ച് എന്തായാലും സംസാരിക്കണമെന്ന്. നിങ്ങൾ തമ്പനയിൽ കണ്ടു കാണും. എൻ്റെ ഫേസ് തന്നെയാണ് കേട്ടോ അത്. ഞാനത് ഫോട്ടോഷോപ്പ് ഒന്നും ചെയ്തേക്കുന്നല്ല. ഒരു സമയത്ത് എനിക്ക് ഭയങ്കരമായിട്ട് ബ്രേക്ക് ഔട്ട്സ് ഉണ്ടായിട്ട് ഭയങ്കര പ്രശ്നമായിരുന്നു. അപ്പോൾ ആദ്യം തൊട്ട് ഞാൻ പറയുവാണെന്നുണ്ടെങ്കിൽ എനിക്ക് ഒരു കോളേജ് ടൈം തൊട്ട് സാധാരണ ആൾക്കാർക്ക് ആക്നീസോ പിമ്പിൾസോ വരുന്ന സമയം അങ്ങനത്തെ ഒരു 10th ടൈമൊന്നും എനിക്ക് ആക്ച്വലി എൻ്റെ ഫേസൊക്കെ നല്ല ക്ലിയർ ആയിരുന്നു. ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല കേട്ടോ. എനിക്ക് വല്ല സമയത്തൊക്കെ കുരു വരുവാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ ഒരു ഏരിയയിലൊക്കെ ആയിരിക്കും വരുന്നത്, ഈ മുടിയോട് ചേർന്ന്. സോ ഫേസ് നല്ല ക്ലിയർ ആയിരുന്നു. അങ്ങനെ ഒരു കോളേജ് ഫസ്റ്റ് ഇയർ സെക്കൻഡ് ഇയർ ടൈമിൽ എനിക്ക് ഇങ്ങനെ നൈസായിട്ട് ഈ ഏരിയയിൽ നിന്ന് ഇങ്ങനെ ഈ ഒരു ഏരിയയിലോട്ടൊക്കെ ഇങ്ങനെ ആക്നീസ് ഒക്കെ വരാൻ തുടങ്ങി. ആ സമയത്ത് എനിക്ക് ആക്നി എന്താ പിമ്പിൾ എന്താന്നൊന്നും അറിയത്തില്ലായിരുന്നില്ല കേട്ടോ. അപ്പൊ എനിക്ക് കുരു എന്ന് മാത്രമേ അറിയത്തുണ്ടായിരുന്നുള്ളൂ. അത് കഴിഞ്ഞിട്ട് നമ്മള് ഭയങ്കര ഇഷ്യൂ ആയ സമയത്ത് ഞാൻ ഹോമിയോ ടാബ്ലറ്റ്സും അല്ല ഓയിൽമെന്റും ഒക്കെ ഞാൻ തേച്ചിട്ടുണ്ട് കേട്ടോ. ഒരു പച്ച ട്യൂബില് ഓയിൽമെന്റ് ഞാൻ തേച്ചിട്ടുണ്ട്, ബോറോളിൽ ഞാൻ തേച്ചിട്ടുണ്ട്. കുറെയൊക്കെ എഫക്റ്റീവ് ആയിരുന്നു എല്ലാം. പക്ഷെ ഒരു കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു സാധനം ഇങ്ങനെ വന്നെന്ന് വെച്ചാൽ ഒരു പെർട്ടിക്കുലർ ടൈമിൽ വരും, കുറച്ചധികം വരും, പിന്നെ അങ്ങ് പോകും. അങ്ങനെയായിരുന്നു. അങ്ങനെ പോയി എനിക്ക് ജോലിയൊക്കെ കിട്ടി. ഞാൻ കൊല്ലത്ത് വർക്ക് ചെയ്യുന്ന സമയത്ത് കൊല്ലത്ത് അവിടെ ഒരു ക്ലിനിക് ഉണ്ടായിരുന്നു. അപ്പൊ എനിക്ക് അന്നും ഇതുപോലെ തന്നെ ഈ ഒരു ഏരിയയിൽ ഇങ്ങനെ കുറച്ച് കുരു വരും, പിന്നെ മുഖത്തിന് കവിളില് കുറച്ച് കുരുക്കൾ ഇങ്ങനെ വരാൻ തുടങ്ങി. അപ്പോൾ എനിക്കിങ്ങനെ കവിളിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് ആക്ച്വലി കുറച്ച് സ്ട്രെസ്സായി. ഈ സാധനം പാടൊക്കെ ആയിട്ട് ഇങ്ങനെ നിൽക്കുന്ന കാണുമ്പോൾ നമുക്ക് പൊതുവെ എല്ലാവർക്കും വരുന്ന പോലെ തന്നെ എനിക്ക് ഇച്ചിരി ബുദ്ധിമുട്ടായി. അപ്പൊ ഞാൻ വിചാരിച്ചു ഓക്കെ, നമുക്ക് ക്ലിനിക്കിൽ പോയിട്ട് നോക്കാം. അന്ന് ആക്ച്വലി എനിക്ക് വളരെ കുറവാണ്. എല്ലാവർക്കും വരുന്ന പോലെ ഒരു നോർമൽ ഒരു ചെറിയ ഹോർമോണൽ ചേഞ്ച് ഒക്കെ പോലെ കുഞ്ഞായിട്ട്, അതായത് 2-3 ഉള്ളൂ. പക്ഷെ അതെനിക്ക് ബുദ്ധിമുട്ടായിട്ടാണ് ഞാൻ പോയിട്ട് ക്ലിനിക്കിൽ മരുന്ന് മേടിക്കുന്നത്. അവിടെ ഒരു കൊല്ലം ജംഗ്ഷനിലുള്ള ഒരു ക്ലിനിക്കാണ്. ഞാൻ ക്ലിനിക്കിന്റെ പേരൊന്നും പറയുന്നില്ല, കാരണം കുറെ വർഷമായല്ലോ. അപ്പോൾ അവിടെ പോകുന്നു. 2018 or 19 നടക്കുന്നത് കേട്ടോ. പോയി അവിടെ എനിക്ക് ക്ലിൻഡോമൈസിൻ ഓയിൽമെന്റ് തന്നു, കുറച്ച് ടാബ്ലറ്റ്സ് തന്നു. ക്ലിൻഡോമൈസിൻ മാത്രമാണ് അതിനകത്ത് മെയിൻ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് ഞാൻ യൂസ് ചെയ്തു. അഫക്റ്റഡ് ഏരിയാസിൽ മാത്രമാണോ ഞാൻ യൂസ് ചെയ്തതെന്ന് ആക്ച്വലി ഞാൻ ഓർക്കുന്നില്ല. പക്ഷെ ഞാൻ യൂസ് ചെയ്തു ആ സാധനം. എനിക്ക് അന്ന് സ്പോട്ട് ട്രീറ്റ്മെന്റിനെ കുറിച്ചിട്ടൊന്നും വലിയൊരു ഗ്രാഹ്യമുള്ള ഒരു ടൈമല്ല. അതുകൊണ്ട് ഞാൻ എങ്ങനെയാണ് യൂസ് ചെയ്തതെന്ന് എനിക്ക് തോന്നുന്നു. ഞാൻ അല്ലാണ്ട് നമ്മൾ ഇങ്ങനെ എടുത്തിട്ട് ജസ്റ്റ് ഓയിൽമെന്റ് തേക്കുന്ന പോലെ തേച്ചതാണെന്ന് തോന്നുന്നു. എൻ്റെ ഫേസ് മൊത്തം ആക്നി വന്നു. വന്നെന്ന് വെച്ചാൽ ഭയങ്കര രീതിക്ക് ബ്രേക്ക് ഔട്ട്സ് വന്നു. ഭയങ്കര ബുദ്ധിമുട്ടായി. മോശം എന്ന് വെച്ചാൽ വളരെ മോശമായി, വളരെ വികൃതമായി എൻ്റെ മുഖം എന്ന് എനിക്ക് തോന്നി. ഞാൻ കണ്ണാടി നോക്കൽ നിർത്തി. അതുപോലെ ഭയങ്കര ബുദ്ധിമുട്ടായി എനിക്ക്. ഭയങ്കര ബുദ്ധിമുട്ടെന്ന് വെച്ചാൽ ഞാൻ ആ സമയത്ത് ഓവർസീസിൽ വർക്ക് ചെയ്യാണ്. ഓവർസീസിൽ വർക്ക് ചെയ്തിട്ടുള്ള ആൾക്കാർക്ക് അറിയാം, നമ്മൾ അവിടെ കുറച്ച് നല്ല അടിപൊളിയായിട്ട് ഇരിക്കണം. എപ്പോഴും നമ്മൾ നന്നായിട്ട് റെഡിയായി, എപ്പോഴും വെൽ ഗ്രൂംഡ് ആയിട്ടിരിക്കണം. ആ സമയത്തൊക്കെ ഗ്രൂമിങ് എന്നൊക്കെ പറഞ്ഞാൽ എനിക്ക് തല കറങ്ങിയത്. എന്ത് ചെയ്താൽ ശരിയാകും എന്ന് പോലും അറിയില്ലാത്ത രീതിക്ക് അത്രയ്ക്കും എനിക്ക് വലിയ ആക്നി ആയിരുന്നു എൻ്റെ പ്രശ്നം. അന്നെങ്കിൽ ഈ സാധനം തേച്ചത് വലിയ പിമ്പിൾസ് ആയി മാറി. അതിനകത്ത് മൊത്തം പസ്സൊക്കെ ആയിട്ട് അങ്ങനെ ഭയങ്കര പ്രശ്നമായി കേട്ടോ എനിക്ക്. അത് കഴിഞ്ഞ് ഞാൻ ആദ്യം ഞാൻ ട്രിബിനെയും പോയി ട്രീറ്റ്മെന്റ് എടുക്കാൻ എനിക്ക് പേടിയായിട്ട് ഞാൻ സ്വയം ട്രീറ്റ്മെന്റിന് വേണ്ടിയിട്ട് ഞാൻ പണ്ട് എനിക്ക് എപ്പോഴും 1-2 ആക്നി ഉണ്ടായിരുന്ന സമയത്ത് ഞാൻ യൂസ് ചെയ്ത ഒരു ഓയിൽമെന്റ് ഉണ്ട്, എറിടോപ്പ് എന്ന് പറഞ്ഞിട്ട്. ആ എറിടോപ്പ് ട്യൂബ് ഞാൻ മേടിച്ചു. അതെന്റെ സ്വയം എനിക്ക് പോവാൻ, പിന്നെ ഹോസ്പിറ്റലിൽ പോയാൽ എനിക്ക് അതിന് വേറെ ആൾ പറഞ്ഞത് ചെയ്യാനുള്ള ഒരു വിശ്വാസക്കുറവുകൊണ്ട് ഞാൻ ചെയ്തതാണ്. എറിടോപ്പ് എന്ന് പറഞ്ഞിട്ട് ആ ഒരു ഓയിൽമെന്റ് ഞാൻ വാങ്ങിച്ചിട്ട് മുഖം കഴുകും. എന്നിട്ട് ചെറിയ ചൂടുവെള്ളം കിട്ടുമായിരുന്നു എന്തോ ഭാഗ്യം കൊണ്ട് അവിടെ. അപ്പൊ ഞാൻ ആ ചൂടുവെള്ളത്തിൽ മുഖം കഴുകിയിട്ട് ഈ ഓയിൽമെന്റ് ഞാൻ സ്പോട്ട് ബൈ സ്പോട്ട് ആയിട്ട് ഇട്ട് കൊടുത്തായിരുന്നു. അപ്പോൾ ഈ ഒരു ഓയിൽമെന്റ് എന്ന് വെച്ചാൽ അതിനകത്ത് ആകെ ശകലമുള്ളൂ കേട്ടോ. ഒരാഴ്ചയിൽ തീരും എൻ്റെ ഓയിൽമെന്റ്. കാരണം അത്രയും എൻ്റെ മുഖത്ത് അത്രയും ഉണ്ടായിരുന്നു. എന്നിട്ട് അതും കഴിഞ്ഞിട്ട് പിന്നെ ഇതിന്റെ പാട് മാറാൻ വേണ്ടിയിട്ട് എനിക്ക് പെട്ടെന്ന് ഇതിന്റെ പാട് മാറി ഇതെല്ലാം ആക്കണം. അപ്പൊ ഞാൻ യൂസ് ചെയ്ത സാധനം, എനിക്ക് എൻ്റെ ഫ്രണ്ട് കിച്ചു ആണെന്ന് തോന്നുന്നു, അവൾക്ക് ബ്രേക്ക് ഔട്ട്സ് വന്നപ്പോൾ അവളുടെ ഡോക്ടർ കൊടുത്തതാണ് സ്കിൻ ലൈറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഓയിൽമെന്റ്. അത് പലരും എനിക്കറിയാം ഇപ്പോൾ വൈറ്റനിങ്ങിന് വേണ്ടിയിട്ടൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്. ഒരിക്കലും യൂസ് ചെയ്യരുത് അങ്ങനെ. നമ്മുടെ സ്കിന്നിനെ അത് പീൽ ചെയ്ത് കളയുന്ന ഒരു ഓയിൻമെന്റ് ആണ് സ്കിൻ ലൈറ്റ് എന്ന് പറഞ്ഞിട്ട്. അത് ഞാൻ ആക്ച്വലി മേടിച്ചിട്ട് ഞാൻ സ്പോട്ട് ട്രീറ്റ്മെന്റ് പോലെ അപ്ലൈ ചെയ്ത് കൊടുക്കാൻ തന്നു. എനിക്ക് വെളുക്കൊന്നും വേണ്ട, എനിക്ക് ഈ പാടൊന്ന് പോയാൽ മതിയായിരുന്നു. സോ ഞാനത് അപ്ലൈ ചെയ്ത്
അങ്ങനെ ഞാൻ എന്ത് വെച്ചാൽ വൈകുന്നേരം സമയമാകുമ്പോഴത്തേനും എൻ്റെ ഫേസിന് വേണ്ടി മാത്രം ഞാൻ ആ കണ്ണാടി നോക്കുന്ന ആക്ച്വലി ഇത് ഞാൻ ട്രീറ്റ് ചെയ്യാൻ വേണ്ടി മാത്രമായി, അല്ലാണ്ട് വേറെ ഒരു ഉദ്ദേശവും എനിക്കില്ല. അങ്ങനെ ഒരു രീതിയായി. അപ്പൊ ഞാൻ ഈ സാധനം ഓരോന്നും ഇങ്ങനെ സ്പോട്ട് ബൈ ട്രീറ്റ്മെന്റ് ആയിട്ട് ഈ ഒരു ഓയിൽമെന്റ് രാവിലെ വൈകുന്നേരം അപ്ലൈ ചെയ്യും. ഈ സ്കിൻ ലൈറ്റ് ഇട്ടിട്ട് വെയിലത്തൊന്നും പോകാൻ പറ്റത്തില്ല. അപ്പം രാത്രിയിൽ അത് കിടക്കുന്നതിന് മുന്നേ ആയിട്ട് അത് അപ്ലൈ ചെയ്യും. ഐസ് ക്യൂബ് വെച്ചിട്ട് ഇങ്ങനെ ഫേസിൽ മസാജ് അങ്ങനെ കൊടുക്കും. ഫേസിൽ തൊടത്തില്ല, ഒന്നും ചെയ്യത്തില്ല, മുഖത്തൊന്നും ചെയ്യത്തില്ല. അന്ന് ഞാൻ എനിക്ക് തോന്നുന്നത് നമ്മുടെ ഏതൊരു ലോഷനോ എന്തോ ഒരു മോയ്സ്ചറൈസറോ ലോഷനോ എന്തോ ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ലാക്ടോ കലാമിനാന്ന് തോന്നുന്നു, അതിന്റെ ഒരു ഗ്രീൻ, അത് ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട്. കാരണം അത്രയ്ക്കും ബുദ്ധിമുട്ടായി പോയി. ഞാൻ ഈ ഫോട്ടോയിൽ ഞാൻ തമ്മിൽ കൊടുത്തിട്ടില്ല, അത് എന്റെ തന്നെ മുഖമാണ്. പക്ഷെ കമ്പയർ ടു ഇന്ന് ഈ ഒരു സിറ്റുവേഷനിൽ ഇപ്പൊ നിൽക്കുമ്പോൾ എനിക്ക് പണ്ട് ഞാൻ ഉണ്ടായിരുന്ന പോലെ തന്നെയാണ്. എനിക്കിപ്പോ ഒരു പണ്ടത്തെ പോലെ തന്നെയാണ്. വെച്ചാൽ വല്ല കാലത്തും പീരീഡ്സ് ടൈമൊക്കെ ആവുന്ന സമയത്ത് ഒന്ന് ചിലപ്പം ആക്നീസ് വരാറുണ്ട്. പിമ്പിൾസ് എനിക്ക് അങ്ങനെ വരാറില്ല ഇപ്പോഴും, ഭാഗ്യം. അപ്പം ഞാനിത് പറയണത് എന്തിനാന്ന് വെച്ചാൽ നമ്മൾക്ക് ചിലപ്പോൾ ഇങ്ങനത്തെ മണ്ടത്തരങ്ങൾ പറ്റാം. അപ്പൊ എറിടോപ്പ് എന്ന് പറഞ്ഞ ഓയിൽമെന്റ് വേണമെങ്കിൽ നിങ്ങൾക്ക് അതിനെ യൂസ് ചെയ്യാം, ബോറോളിൻ യൂസ് ചെയ്യാം. അതുപോലെ ഫേസിൽ തൊടാണ്ടിരിക്കുക. നിങ്ങൾക്ക് സ്വയം എന്തുകൊണ്ടാണ് ഇങ്ങനെ ഈ ആക്നി വരുന്നത് അല്ലെങ്കിൽ പിമ്പിൾ വരുന്നത് നിങ്ങൾക്ക് സ്വയം മനസ്സിലാക്കാൻ പറ്റും. നിങ്ങൾ ഏതെങ്കിലും പെർട്ടിക്കുലർ ഫുഡ് കഴിക്കുമ്പോഴാണ്. എനിക്ക് ആക്ച്വലി അങ്ങനെ ഒന്നും അല്ലായിരുന്നു. ഞാൻ അധികം ഓയിലി ഫുഡ് കഴിക്കുന്ന ആളല്ല, ഞാൻ അധികം ഷുഗർ കഴിക്കുന്ന ആളല്ല, എനിക്ക് മധുരം ഇഷ്ടമല്ല. അപ്പൊ എനിക്ക് ആക്ച്വലി ഫുഡൊന്നും ഒരു ഇതുമില്ല. എനിക്ക് എന്തൊക്കെയോ കൊണ്ട് എനിക്ക് ആക്ച്വലി ഹെഡ്സ് ഉണ്ടായിരുന്നു, വൈറ്റ് ഹെഡ്സ് ആണ് കൂടുതലുണ്ടായിരുന്നത്. അപ്പം ഈ ഹെഡ്സിന് പുറത്തോട്ട് വരാൻ വേണ്ടിയിട്ട് അതായിരുന്നു ഈ ആക്നി ആയിട്ട് വന്നുകൊണ്ടിരുന്നത്. അതെനിക്ക് വളരെ വൈകിയാണ് മനസ്സിലായത്. എൻ്റെ അടുത്ത് ഡോക്ടറൊന്നും പറഞ്ഞിട്ട് ഞാൻ മനസ്സിലാക്കിയതല്ലത്, ഞാൻ സ്വയം കണ്ടുപിടിച്ചതാണ്. അപ്പോൾ റെഗുലർ ആയിട്ട് ഞാൻ ക്ലീനപ്പ് ചെയ്തപ്പോൾ എൻ്റെ എല്ലാം ശരിയായി. ഇപ്പോഴും എൻ്റെ കയ്യിൽ മറ്റേ ബ്ലാക്ക് ഹെഡ്സ് വൈറ്റ് ഹെഡ്സ് റിമൂവർ ആ ഒരു നീഡിലുണ്ട്. അപ്പൊ എപ്പോഴെങ്കിലും ചെറിയൊരു ബമ്പായിട്ട് എവിടെ ഇപ്പൊ ഒരു ബമ്പുണ്ട് ഇവിടെ, കണ്ടോ? ഇത് ഒരു നാളെ ആകുമ്പോഴത്തേന് ഇതിനകത്തൊരു വൈറ്റ് ഒരു സാധനം വരും. അപ്പൊ ജസ്റ്റ് ഒന്ന് കുത്തി കൊടുത്തിട്ട് ഇതൊന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ ഇതിനകത്തുനിന്ന് ഒരു വൈറ്റ് ഹെഡ്സ് അങ്ങ് വരും. അത് പോകും. വലിയ പാടായിട്ട് ഭയങ്കര കനമായിട്ട് ഇത് കിടക്കത്തില്ല. ആ സമയത്ത് ഇതിങ്ങനെ ചെയ്യാതിരുന്ന് ഇങ്ങനെ വെച്ചിരുന്ന് അത് കറുത്ത പാടായിട്ട് അവിടെ നിൽക്കും. ഇത് എനിക്ക് സ്വയം മനസ്സിലായതാണ്. അങ്ങനെ നിങ്ങളും നിങ്ങളെ ഒന്ന് റിവ്യൂ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ, അത് നിങ്ങളുടെ ഫേസിൽ വരുന്ന ആക്നീസ് അല്ലെങ്കിൽ കുരുക്കൾ എങ്ങനത്തെ കുരുവാണെന്ന്, ഇതിനകത്ത് കൂടുതൽ എന്താ പറയുന്നത് പഴുപ്പാണോ ഉള്ളത്, അതിനെ എങ്ങനെ ക്യൂർ ചെയ്യാൻ പറ്റും എന്നൊക്കെ ഒന്ന് മനസ്സിലാക്കുവാണെങ്കിൽ നിങ്ങൾക്ക് തന്നെ ട്രീറ്റ് ചെയ്യാൻ പറ്റും. കാരണം നമ്മൾ ഈ കണ്ടമാനം ടാബ്ലറ്റ്സ് എല്ലാം മേടിച്ച് കഴിച്ച് ഒരു പരിധി കഴിഞ്ഞാൽ നമുക്കങ്ങ് മടുക്കും. അപ്പോൾ ഇതൊക്കെ എൻ്റെ ഒരു ജേർണി ഞാൻ പറഞ്ഞതാണ്. പിന്നെ ഞാൻ എന്താ പറയുന്നത്, ഞാൻ എപ്പോഴും ഒരു സമയത്ത് ഞാൻ എൻ്റെ ഫേസ് ഒട്ട് നോക്കാണ്ടായില്ലേ, ആ സമയത്ത് സത്യം പറഞ്ഞാൽ ഞാൻ എപ്പോഴും ഞാൻ ഇങ്ങനെ മനസ്സിലാലോചിക്കും, ഓക്കെ ഞാൻ കണ്ണാടിയിലൊന്നും നോക്കുന്നില്ലെങ്കിലും ഒരു സമയത്ത് നോക്കുമ്പോൾ ഓക്കെ ഫേസ് എല്ലാം സെറ്റായി എന്ന് ഞാൻ മനസ്സിൽ എപ്പോഴും ഇങ്ങനെ കാണുമായിരുന്നു. അത് ക്ലിയർ സ്കിന്നായി. ഞാൻ എപ്പോഴും ഇങ്ങനെ എന്നോട് തന്നെ പറഞ്ഞുകൊണ്ടിരുന്നു, ഭയങ്കര അലമ്പായിട്ടിരുന്ന സമയത്തും. പക്ഷെ ഇപ്പൊ നോക്കുമ്പോൾ കണ്ടോ, അപ്പൊ ആക്ച്വലി ഫിൽറ്റർ ഇട്ടിട്ടുണ്ട്. കാരണം നമ്മൾ വീഡിയോ എടുക്കുന്ന സമയത്ത് കുറച്ച് ഫിൽറ്റർ ഇട്ടില്ലെങ്കിൽ ഭയങ്കര അലമ്പായിട്ടിരിക്കും, അത് എല്ലാവർക്കും അറിയാം. പക്ഷെ എന്നാലും ഇപ്പൊ ഒന്നും ചെയ്യാണ്ട് ഒരു സ്ഥലത്തോട്ട് ഇറങ്ങി പോകണമെന്നുണ്ടെങ്കിലും ഐ ഫീൽ എനിക്ക് പറ്റും. പിന്നെ എനിക്ക് ചിക്കൻ ബോക്സ് വന്നതിന്റെ കുഴികളുണ്ട്, ഈ ഫേസിലൊക്കെ കുഴികളുണ്ട്. ഇങ്ങനെ കേട്ടോ, ഈ കുഴികളുണ്ട് കേട്ടോ. മേക്കപ്പ് ഇട്ടാലും നമുക്ക് ഈ കുഴികളൊക്കെ അറിയാൻ പറ്റും. ഇവിടെയും കണ്ടോ എനിക്ക് കുഴികളുണ്ട്, കണ്ടോ ഇവിടെയൊക്കെ എനിക്ക് കുഴികളുണ്ട്. അതുപോലെ ഇവിടെ ഒരു കുരുവുണ്ട്, ഇവിടെ താടിയുടെ അടിയിൽ ഇപ്പോൾ ഒരു ഈ ഹെഡ്സ്, കുരുവല്ല ഹെഡ്സ്. ഞാനിപ്പോൾ ആക്ച്വലി കുരു എന്ന് തന്നെ പറയാറില്ല, അത് ഹെഡ്സ് ആണെന്ന് എനിക്ക് മനസ്സിലായി. കാരണം ജസ്റ്റ് ഒന്ന് കുത്തി അതിനകത്തൊന്ന് സാധനം പോയി അതങ്ങ് പോകും, വലിയ കനമായിട്ടുള്ള കാര്യമല്ല. അങ്ങനെ എനിക്ക് ഹെഡ്സ് വരാറുണ്ട്. അപ്പോൾ ഇനി ഞാൻ എന്തിനാ ഇങ്ങനൊരു വീഡിയോ എടുത്തതെന്ന് എനിക്ക് സത്യമായിട്ട് അറിയില്ല, പക്ഷെ എനിക്ക് എടുക്കണം തോന്നി. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ സാധനം യൂസ്ഫുൾ ആവുകയാണെന്നുണ്ടെങ്കിൽ യൂസ്ഫുൾ ആയിക്കോട്ടെ എന്ന് ഞാൻ വിചാരിച്ചു. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് എറിടോപ്പ് എന്ന് പറഞ്ഞ ഓയിൽമെന്റും സ്കിൻ ലൈറ്റ് എന്ന് പറഞ്ഞ ഓയിൽമെന്റ് ഒരിക്കലും വൈറ്റനിങ്ങിന് വേണ്ടി യൂസ് ചെയ്യരുത്. യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇമ്മീഡിയറ്റ് ആയിട്ട് സ്റ്റോപ്പ് ചെയ്യണം. അങ്ങനെ കൂടുതൽ സാധനങ്ങൾ ഫേസിൽ പരീക്ഷിക്കാതിരിക്കുക. പിന്നെ ഞാൻ പലർക്കും പറഞ്ഞു കൊടുത്തിട്ടുള്ള സാധനമാണ് ഈ അക്നീസ് ഒക്കെ ഉള്ള സമയത്ത്, അല്ലെങ്കിൽ ഇങ്ങനെ പിഗ്മെന്റേഷൻ ഡാർക്ക് സ്പോട്ട് ഉള്ളവർക്ക് കോജിക് ആസിഡിന്റെ സെറം അടിപൊളിയാണ്. ഡെർമാക്കോടെയാണ് ഞാൻ പറഞ്ഞു കൊടുത്തേക്കുന്നത്. എനിക്കതാണ് കൂടുതൽ ബെറ്റർ ആയിട്ട് ഫീൽ ചെയ്തിട്ടുള്ളത്. ഡാർക്ക് സ്പോട്ട് നല്ല രീതിക്ക് മാറ്റിയായിരുന്നു. അപ്പൊ അത് യൂസ് ചെയ്ത് നോക്കുക. അങ്ങനെ നിങ്ങൾക്കും ഇപ്പൊ ഈ വീഡിയോ കാണുന്ന ഓരോരുത്തർക്കും അവനവൻ എന്തൊക്കെ കാര്യങ്ങൾ, ഇപ്പൊ നിങ്ങൾക്ക് അങ്ങനത്തെ ഒരു സ്കിൻ ആയിരുന്നു, നിങ്ങൾക്ക് എന്താണ് യൂസ്ഫുൾ ആയതെന്നുള്ളതൊന്ന് ഷെയർ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ, ഇപ്പോഴും നമ്മളെപ്പോലെ നമ്മൾ അന്ന് അനുഭവിച്ച പോലെ സഫർ ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പൊ അവർക്ക് ഈ കമന്റ് നോക്കുമ്പോൾ തന്നെ, ഇപ്പൊ ഞാനിപ്പോ എന്റെ എക്സ്പീരിയൻസ് മാത്രമല്ല എനിക്ക് പറയാൻ പറ്റത്തുള്ളൂ. അപ്പൊ നിങ്ങൾ വന്നിട്ട് നിങ്ങളുടെ എക്സ്പീരിയൻസ് കൂടെ ഷെയർ ചെയ്യുമ്പോൾ
ഇത് കണ്ടുപിടിക്കുന്ന ആൾക്കാർക്ക് അത് യൂസ് ചെയ്യാനൊക്കെ കുറച്ചുകൂടെ ബെറ്റർ ആയിരിക്കും. അപ്പോൾ വേറെ വീഡിയോ ആയിട്ട് കാണാം. ടിൽ ദെൻ ബൈ.